ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഹരിയുടെയും നിത്യയുടെയും ആദ്യ രാത്രി ദിവസം വന്നെത്തിയിരിക്കുകയാണ്. എന്നാൽ പലയിടത്തും ജീവന്റെ സാമീപ്യം ഉള്ളതുപോലെ തോന്നുകയാണ് നിത്യയ്ക്ക്. ഇന്ന് ധൈര്യം സംഭരിച്ചുകൊണ്ട് നിത്യ ഹരിയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ വീണ്ടും ജീവനെ കാണുകയാണ്. അതോടുകൂടി പേടിയോടെ നിത്യയുടെ കയ്യിൽ നിന്നും പാലിന്റെ ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടിച്ചിതറുന്നു. ശബ്ദം കേട്ടുകൊണ്ട് ഹരി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താടോ, എന്ത് പറ്റിയെന്ന് ഹരി ചോദിക്കുമ്പോൾ ഇവിടെ ജീവനുണ്ടെന്നും ഞാൻ ജീവനെ കണ്ടെന്നും പറഞ്ഞ് പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുകയാണ് നിത്യ. തുടർന്ന് നിത്യയെ സമാധാനിപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഹരി. തനിക്കൊരു അമ്മയില്ലാത്തതിന്റെ വിഷമമെല്ലാം കരഞ്ഞുകൊണ്ട് നിത്യയോട് പറയുകയാണ് ഹരി. മതി മതി, എല്ലാം കൂടി ഇന്ന് പറയണ്ട, ഞാനിവിടെ നിന്ന് കരഞ്ഞു പോകുമെന്ന് നിത്യ പറയുന്നു. തുടർന്ന് നിത്യ തന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കയ്യിലൊരു മുല്ലപ്പൂവൊക്കെ ചുറ്റി നിത്യയെ നോക്കി നിൽക്കുന്ന ജീവനെയാണ്. ഹരി, ദേ അവിടെ ജീവനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നിത്യ പരിഭ്രാന്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴേക്കും എടോ, അവിടെയെങ്ങും ഒന്നുമില്ല, തനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് നിത്യയെ സമാധാനിപ്പിക്കുകയാണ് ഹരി. എടോ, തൻ്റെ ഈ ചിന്തകളെല്ലാം മാറ്റി നിർത്തി നമുക്കങ്ങ് കെട്ടിയോനും കെട്ടിയോളുമായാലോ എന്ന് പറഞ്ഞുകൊണ്ട് നിത്യയുടെ കൈകൾ തൻ്റെ കൈകളോട് ചേർത്ത് പിടിക്കുകയാണ് ഹരി. തുടർന്ന് നിത്യയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ഹരി. അതിനുശേഷം നിത്യയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തുന്ന ഹരിയെയാണ് കാണിക്കുന്നത്. അല്ല, ഇതൊക്കെ എങ്ങനെ ശരിയാകും? തൻ്റെ യഥാർത്ഥ ഭർത്താവ് ഞാനല്ലേ, ജീവൻ എന്ന് ജീവന്റെ ശബ്ദം കേൾക്കുകയാണ് നിത്യ. പെട്ടെന്ന് തന്നെ നിത്യ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. പേടിയോടെ ജീവനെ ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ ഹരി നിത്യയുടെ അടുത്തേക്ക് ചെല്ലുകയും നിത്യയ്ക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നു. എടോ, ഇതെല്ലാം തൻ്റെ തോന്നലാണെന്ന് ഹരി പറയുമ്പോൾ വീണ്ടും ജീവന്റെ സ്വരവും ജീവന്റെ സാമീപ്യവും നിത്യയ്ക്ക് ഉണ്ടാവുകയാണ്. എടോ, താൻ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഇനി ആരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ആ അധ്യായമെല്ലാം നമ്മൾ അടച്ചു പൂട്ടിയതാണ്. സ്വപ്നത്തിലാണെങ്കിലും ഞാൻ തൻ്റെ അച്ഛന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, തൻ്റെ കണ്ണ് ഇനി നിറയാൻ അനുവദിക്കില്ലെന്ന്. എടോ, നമ്മുടെ കവിതയിലെ 2 വരി കേട്ടാലേ താനാ പഴയ നിത്യയാകുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഹരി തൻ്റെ പുസ്തകം കയ്യിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഹരി തൻ്റെ കവിതയിലെ വരികൾ പാടുമ്പോൾ ഹരിയോട് ചേർത്ത് കിടക്കുകയാണ് നിത്യ. അങ്ങനെ ഹരിയും നിത്യയും പതിയെ ഉറക്കത്തിലേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവരുടെ മുറിയുടെ കതക് തുറന്ന് അകത്തേക്ക് കയറുന്ന ജീവനെയാണ് കാണിക്കുന്നത്. അതേസമയം നിത്യ എന്തോ എടുക്കാനായി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ സമയമായിരുന്നു. അടുത്തേക്ക് കത്തിയുമായി ചെല്ലുന്ന ജീവനെയാണ് കാണിക്കുന്നത്. അതേസമയം ജീവനെയും തുടർന്ന് ഹരിയുടെ അടുത്ത് കത്തിയുമായി നിൽക്കുന്ന ജീവന്റെ രൂപവും കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന നിത്യയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.